ഹായ് എവരിവൺ, വെൽക്കം ടു കാൻഡല ലേണിംഗ്സ്. ഐ എം ശ്രീരാഗ്. അടുത്തായിട്ട് നമ്മൾ 10th ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണ്. ഓക്കെ ആണല്ലോ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുകയാണ്. സോ ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന്. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് കറണ്ട് കാരണം ഉണ്ടാകുന്ന ഹീറ്റിംഗ് എഫക്ട്, ലൈറ്റിംഗ് എഫക്ട് ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് എഫക്റ്റിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള റീജിയനാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. എങ്ങനെയുള്ള റീജിയണ്? ആ മാഗ്നറ്റിന്റെ എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയണ് അല്ലെ. ആ ഒരു മാഗ്നറ്റിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ മാഗ്നറ്റിന്റെ ചുറ്റുമുള്ള ആ റീജിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിന് ചുറ്റും അതിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ റീജിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഇത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെയുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രത്തോളമാണ്, അതുപോലെ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് മാഗ്നറ്റിക് കോമ്പസ് അല്ലെ. ഇത്രയും പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഇമാജിനറി ലൈൻസ് ആണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇതിനെ മറ്റൊരു രീതിയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് കോമ്പസിലെ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോൾ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഇത്തരത്തിലൊരു മാഗ്നറ്റിക് കോമ്പസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിലെ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോള് ഏത് പാത്തിലാണോ മൂവ് ചെയ്യുന്നത് ആ പാത്തിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറഞ്ഞത്? മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോള് മൂവ് ചെയ്യുന്ന ആ പാത്തിനെ, അതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പറയാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത്, അത് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, സൗത്ത് പോളിൽ എൻഡ് ചെയ്യും. ആ രീതിയിലായിരിക്കും അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, സൗത്ത് പോളിൽ എൻഡ് ചെയ്യും, ആ രീതിയിൽ അല്ലെ. അങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ടിംഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന്. ഓക്കെ ആണല്ലോ? പിന്നീട് നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഓസ്റ്റേഴ്സ് എക്സ്പെരിമെന്റ്. ശരിയല്ലേ? ഇതിൽ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? 4 രീതിയിൽ എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു അല്ലെ. 4 രീതിയിൽ എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ചെയ്യുന്ന എന്താണ്? എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള ഇവിടെയുള്ള എ ബി എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഒരു കണ്ടക്ടർ എന്ത് ചെയ്തു? നമ്മളൊരു മാഗ്നറ്റിക് നീഡിലിന്റെ മുകളിലായിട്ട്, അവിടെ മാഗ്നറ്റിക് നീഡിലുണ്ട്, ഈ മാഗ്നറ്റിക് നീഡിലിന്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു. എ ബി എന്ന് പറഞ്ഞ കണ്ടക്ടറാണ്, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. സോ എ ബി എന്ന് പറഞ്ഞ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് നീഡിലിന്റെ മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ വെച്ചു അല്ലെ. എന്നിട്ട് കറണ്ട് എങ്ങനെ പാസ് ചെയ്തു? എ ടു ബി ആയിട്ട് കറണ്ട് പാസ് ചെയ്തു. എയിൽ നിന്ന് ബിയിലേക്ക്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു ഡയറക്ഷനിലായിട്ട് നമ്മൾ കറണ്ട് പാസ് ചെയ്തു അല്ലെ. ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്തു. അങ്ങനെ നമ്മൾ കറണ്ട് പാസ് ചെയ്തപ്പോൾ ഈ മാഗ്നറ്റിക് നീഡില് മൂവ് ചെയ്തു. മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോള് എങ്ങോട്ടായിട്ടുള്ള രീതിയിൽ? ആന്റി ക്ലോക്ക് വൈസ് എന്നുള്ള രീതിയിൽ. ഈ മാഗ്നറ്റിക് നീഡിലിന് അപ്പോൾ മൂവ്മെന്റ് സംഭവിച്ചു. എങ്ങനെ? ആ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോള് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഇതിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് എന്താണ്? ഈ കണ്ടക്ടർ എ ബി എന്ന് പറഞ്ഞ കണ്ടക്ടർ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചത് ഈ മാഗ്നറ്റിക് നീഡിലിന് മുകളിലായി തന്നെയാണ്. പക്ഷെ അവിടെ ചെയ്തത് എന്താണ്? കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റി. കറണ്ട് ഡയറക്ഷൻ എങ്ങനെയാക്കി? ബി ടു എ ആക്കി. നേരത്തെ എ ടു ബി ആയിരുന്നു, പക്ഷെ ബി ടു എ ആക്കി. കറണ്ട് ഡയറക്ഷൻ മാറ്റി. അപ്പോ ഈ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോള് എങ്ങനെയാണ് മൂവ് ചെയ്തത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തത്. ഇനി ഇതിൽ തേർഡ് സ്റ്റെപ്പ് എന്താ ചെയ്തത്? എന്താണെന്ന് വെച്ചാൽ ഇത്രയേരം നമ്മൾ പറഞ്ഞത് ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് നീഡിലിന്റെ മുകളിൽ വരുന്ന രീതിയിലായിരുന്നു. ഇനിയുള്ള 2 സ്റ്റെപ്പ് ചെയ്തത് മാഗ്നറ്റിക് നീഡിലിന്റെ താഴെ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വരുന്ന രീതിയിലാണ്. ഇത്തരത്തിൽ മാഗ്നറ്റിക് നീഡിലിന്റെ താഴെ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വരുന്ന രീതിയിലാണ് പിന്നെ 2 സ്റ്റെപ്പുകൾ ചെയ്തത്. അങ്ങനെ മാഗ്നറ്റിക് നീഡിലിന്റെ താഴെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വരുന്ന രീതിയിൽ വെച്ചുകൊണ്ട് കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യിച്ചു? എ ടു ബി ആയിട്ട് ഫ്ലോ ചെയ്യിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോള് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു അല്ലെ. പിന്നെ ചെയ്തെന്താണ്? ഇത്തരത്തിൽ മാഗ്നറ്റിക് നീഡിൽ കണ്ടക്ടറിന്റെ മുകളിലായിട്ട്, അതായത് കണ്ടക്ടർ മാഗ്നറ്റിക് നീഡിലിന്റെ താഴെ വരുന്ന രീതിയിൽ തന്നെ വെച്ചുകൊണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റി. കറണ്ട് ഡയറക്ഷൻ എങ്ങനെയാക്കി? ബി ടു എ ആക്കി.
കറണ്ട് ഡയറക്ഷൻ ബി ടു എ ആക്കി. അപ്പൊ എന്താ സംഭവിച്ചത് മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോള് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. ഓക്കെ അല്ലേ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണ് നമുക്ക് മനസ്സിലായിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് എന്നത് മനസ്സിലായി. അതുകൊണ്ടാണ് ആ മാഗ്നറ്റിക് നീഡിൽ മൂവ് ചെയ്തത് അല്ലെ, മാഗ്നറ്റിക് നീഡിൽ മൂവ് ചെയ്തത്. ഇനി മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലായത് എന്താണ്, അവിടെ ഉണ്ടാവുന്ന ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അതുകൊണ്ടാണ് എ ടു ബിയും ബി ടു എയും ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷൻ മാറുന്നത്. അപ്പൊ ഒന്നിൽ ക്ലോക്ക് വൈസും ഒന്നിൽ ആന്റി ക്ലോക്ക് വൈസും ആയിട്ടാണ് നോർത്ത് പോൾ മൂവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മാറുന്നുണ്ട് അല്ലെ. അതല്ല അതിൽ നിന്ന് മനസ്സിലായത്. സോ ഈ ഒരു 2 പോയിന്റ്സ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഒരു ബാർ മാഗ്നറ്റും അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഒരു ബാർ മാഗ്നറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ് അല്ലെ. അത് എപ്പോഴും മാഗ്നറ്റിസം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആണ് ഉണ്ടായിരിക്കും. അത് ഒഴിവാക്കാനൊന്നും പറ്റില്ല, അത് എപ്പോഴും മാഗ്നറ്റ് ആയിരിക്കും അല്ലെ. പിന്നെ ഇതിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിന്റെ നോർത്ത് പോളും സൗത്ത് പോളും എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അത് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നോർത്തിന് എങ്ങോട്ടും സൗത്തിന് അങ്ങോട്ടും ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. നോർത്ത് എപ്പോഴും നോർത്ത് ആയിട്ടിരിക്കും, സൗത്ത് എപ്പോഴും സൗത്ത് ആയിട്ടിരിക്കും അല്ലെ. ഇനി ഈ ബാർ മാഗ്നറ്റിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. എപ്പോഴും ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ആ സ്ട്രെങ്ത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂടുകയോ ഉള്ള പരിപാടിയൊന്നുമില്ല. എപ്പോഴും ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കും ബാർ മാഗ്നറ്റിന്റെ കേസിൽ. ഇനി ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസിൽ എങ്ങനെയാണ്? ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസിൽ അതൊരു ടെമ്പററി മാഗ്നറ്റ് ആണ് അല്ലെ. ഇത് എപ്പോഴും മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യില്ല. അതിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലാത്ത സമയത്ത് അത് മാഗ്നറ്റ് അല്ല അല്ലെ. അതുകൊണ്ട് തന്നെ അത് ടെമ്പററി മാഗ്നറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഇലക്ട്രോ മാഗ്നറ്റിന്റെ പോൾസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അൾട്ടർ ചെയ്യാൻ സാധിക്കും. മാഗ്നറ്റിന് ഈ ഇലക്ട്രോ മാഗ്നറ്റിന്റെ പോൾസ് നോർത്ത് പോളും സൗത്ത് പോളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. എങ്ങനെ? കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അതിന്റെ പോൾസ് മാറ്റാനായിട്ട് സാധിക്കും ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസിൽ. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് വേരി ചെയ്യാനായിട്ട് സാധിക്കും. മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് വേരി ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ഇതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇതിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. സോ ഇതാണ് മെയിൻ ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റും ബാർ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പോയിന്റ്സ് ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണല്ലോ. പിന്നീട് നമ്മൾ പറഞ്ഞു ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ആ സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്ന് നമ്മളൊരു എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്? ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുത്തിട്ട് അതിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സർക്കുലാർ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അല്ലെ. സർക്കുലാർ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാവുന്നത് അല്ലെ. ഇനി ആ ഉണ്ടാവുന്ന സർക്കുലാർ മാഗ്നറ്റിക് ഫീൽഡ് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ അതോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ഉണ്ടാവുന്നത് എന്നതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? കറണ്ടിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ട് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും ആ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ക്ലോക്ക് വൈസ് ആണോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നത്. എന്തായാലും സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാവുക, പക്ഷെ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ എന്നതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? കറണ്ടിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു റൂൾ ഉണ്ടായിരുന്നു. അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താണ് ഈ റൂൾ പറയുന്നത്? ഇതാണ് ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യാം? ആ കണ്ടക്ടറിൽ പിടിക്കുക. റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ആ കണ്ടക്ടറിനെ പിടിക്കാന്ന് വിചാരിക്കുക. എങ്ങനെ? നമ്മളെ റൈറ്റ് ഹാൻഡിന്റെ തമ്പ് കറണ്ടിന്റെ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ. ഇപ്പൊ കറണ്ട് ഇതിൽ താഴെ നിന്ന് മുകളിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തമ്പ് മുകളിലേക്കായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പിടിക്കുക അല്ലെ. എന്നിട്ട് മറ്റുള്ള ഫിംഗേഴ്സ് കൊണ്ട് നമ്മൾ ഈ കണ്ടക്ടറിനെ എൻസർക്കിൾ ചെയ്യാണെന്ന് വിചാരിക്കുക. അതായത് ആ കണ്ടക്ടറിനെ പിടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റുള്ള ഫിംഗേഴ്സ് കൊണ്ട് നമ്മൾ ആ കണ്ടക്ടറിനെ ഏത് ഡയറക്ഷനിലാണോ പിടിക്കുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ഇതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെ. ആ റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. സോ കറണ്ടിന്റെ ഡയറക്ഷൻ അറിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ താഴേന്ന് മുകളിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മുകളിലേക്ക് തമ്പാക്കിക്കൊണ്ട് നമ്മൾ ഇതിനെ പിടിക്കുകയാണ്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങനെയാണ് എൻസർക്കിൾ ചെയ്യുന്നത്? ഈ ഡയറക്ഷനിൽ, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലെ. ഇനി കറണ്ട് മുകളിൽ നിന്ന് താഴേക്കാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ കൈ എങ്ങനെ പിടിക്കണം?
റൈറ്റ് ഹാൻഡ് എങ്ങനെ പിടിക്കണം? തമ്പ് താഴേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കണം അല്ലെ. ഇങ്ങനെ പിടിച്ചുകൊണ്ട് മറ്റുള്ള ഫിംഗേഴ്സ് നമ്മൾ എൻസർക്കിൾ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഈ ഡയറക്ഷനിലാണ്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും അല്ലെ. സോ കറണ്ടിന്റെ ഡയറക്ഷൻ അറിയാമെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെ. അതുപോലെ മറ്റൊരു റൂൾ കൂടെ നമുക്കുണ്ട്. അതേതാണ്? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അല്ലെ. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. ഇതിൽ എന്താണ് പറയുന്നത്? ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ എടുക്കുക, ഒരു വലംപിരി സ്ക്രൂ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ സ്ക്രൂയുടെ ടിപ്പ് കറണ്ടിന്റെ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ പിടിക്കുക. കറണ്ടിന്റെ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ പിടിക്കുക. ഇപ്പൊ താഴെ നിന്ന് മുകളിലേക്കാണ് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകുന്നതെന്ന് വിചാരിക്കുക. സോ ഈ സ്ക്രൂയുടെ ടിപ്പ് മുകളിലേക്കായിട്ട് പിടിക്കുക. മുകളിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുകളിലേക്കായിട്ട് പിടിക്കുക. എന്നിട്ട് ആ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങോട്ടാണോ തിരിക്കുന്നത്, ഇപ്പോൾ ടൈറ്റ് ചെയ്യാണ്ട് തിരിക്കുക എന്ന് പറയുമ്പോൾ റൈറ്റിലേക്കല്ല തിരിക്കുക, റൈറ്റ് ഹാൻഡ് സ്ക്രൂ. സോ അതിനെ നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ഡയറക്ഷനിലാണോ തിരിക്കുന്നത് ആ ഡയറക്ഷനിലായിരിക്കും അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ താഴെ നിന്ന് മുകളിലേക്കാണ് കറണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ടിപ്പ് മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് അതിനെ ടൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ തിരിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ തിരിക്കുക. അപ്പൊ ഈ ഡയറക്ഷനിൽ, സോ ഈ ഡയറക്ഷനിലായിരിക്കും അപ്പൊ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി മുകളിൽ നിന്ന് താഴേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ റൈറ്റ് ഹാൻഡ് സ്ക്രൂയുടെ ടിപ്പ് താഴേക്ക് വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് അതിനെ ടൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ തിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഡയറക്ഷനിൽ നമ്മൾ തിരിക്കുക. അപ്പൊ ഇങ്ങനെയായിരിക്കും അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ. സോ ഈ രണ്ട് റൂളുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രേറ്റ് കണ്ടക്ടറിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, കറണ്ടിന്റെ ഡയറക്ഷൻ അറിയാമെങ്കിൽ. ഓക്കെ ആണല്ലോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു സർക്കുലർ ലൂപ്പിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന്. ഒരു സർക്കുലർ ലൂപ്പ് നമ്മുടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ സർക്കുലർ ലൂപ്പിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന്. ഈ സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ, ഈ സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പറയുന്നത് ഈ സർക്കുലർ ലൂപ്പിന്റെ ഉള്ളിലാണ് കേട്ടോ. ഉള്ളിലുള്ള ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഉള്ളിലാണ് നമ്മൾ പറയുന്നത്. സോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എങ്കിൽ ഈ സർക്കുലർ ലൂപ്പിന്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ലൂപ്പിന്റെ ഉള്ളിലേക്കായിട്ടായിരിക്കും, ഈ കോയിലിന്റെ ഉള്ളിലേക്ക് ഫീൽഡ് ലൈൻസ് കയറി പോകുന്ന രീതിയിലായിരിക്കും. അങ്ങനെയായിരിക്കും അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഈ ഒരു കോയില് അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിലേക്കായിട്ട്, ഇതിന്റെ ഉള്ളിലേക്കായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കയറി പോകുന്ന രീതിയിലായിരിക്കും അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലെ. ഇൻ ടു ദി കോയിലായിട്ടായിരിക്കും അവിടെ ഡയറക്ഷൻ ഉണ്ടായിരിക്കുക. ആ കോയിലിന്റെ സെൻട്രൽ പാർട്ട്, ഈ കോയിലിന്റെ സെൻട്രൽ പാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഈ സെൻട്രൽ പാർട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സെൻട്രൽ പാർട്ടിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന പോലെ ആയിരിക്കും. ഇൻ ടു ദി കോയിലായിട്ടായിരിക്കും ഡയറക്ഷൻ ഉണ്ടായിരിക്കുക. എങ്ങനെ? കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെ. ഇനി അടുത്ത നമ്മൾ പറഞ്ഞു ഇതിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മൂവ് ഔട്ട്, അതായത് ഈ കോയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കും. ഫിഗറോടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കോയിലിൽ നിന്ന് പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ്, പുറത്തേക്ക് നമ്മളുടെ അടുത്തേക്ക് പുറത്തേക്ക് ഇങ്ങോട്ട് മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന രീതിയിലായിരിക്കും ഇവിടെ ഡയറക്ഷൻ ഉണ്ടായിരിക്കുക, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കുക. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ. ഓക്കെ ആണല്ലോ. സോ രണ്ടെണ്ണം പറഞ്ഞു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ ഈ ലൂപ്പിന്റെ സെൻട്രൽ പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കായിട്ടായിരിക്കും, ഇൻ ടു ദി കോയിലായിട്ടായിരിക്കും. ഓക്കെ അല്ലേ. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇതിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കും അല്ലെ. ഈ കോയിലിൽ നിന്ന് പുറത്തേക്ക് മൂവ് ഔട്ട്, പുറത്തേക്ക് ഔട്ട്വേർഡ് ആയിട്ട് വരുന്ന രീതിയിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ ആണല്ലോ. സോ അത്തരത്തിലുള്ള സർക്കുലർ ലൂപ്പിന്റെ കേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത്തരത്തില് ഒരു സർക്കുലർ ലൂപ്പിന്റെ കേസിൽ ഇവിടെ ഉണ്ടാവുന്ന ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെ, ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെ അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് എഫക്റ്റിനെ അഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ഒന്ന് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിലും മറ്റൊന്ന് കറണ്ട് ത്രൂ ദി കണ്ടക്ടറും. ഇവിടെ ഈ ലൂപ്പ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ കോയിൽ ഉണ്ടല്ലോ, ഈ ലൂപ്പിനെ അതിനെ നമ്മൾ കോയിൽ എന്ന് പറയുന്നത്. സോ അതിന് എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, എത്ര ചുറ്റുകളുണ്ട്, അതിനനുസരിച്ചിരിക്കും ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ സ്ട്രെങ്ത്തും കൂടും, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും കൂടും. ഇനി അടുത്ത എന്താണ്? കറണ്ട് ത്രൂ ദി കണ്ടക്ടർ. ആ കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഈ ലൂപ്പിലൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഒരുപാട് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡും കൂടും. ഓക്കെ ആണല്ലോ. സോ ഒരു സർക്കുലർ ലൂപ്പിന്റെ കേസിൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണമാണ്. ഓക്കെ അല്ലേ. പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യമാണ് സോളിനോയിഡ്.
എന്താണ് സോളിനോയിഡ്, പിന്നെ അതിന് ചുറ്റുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ കാര്യം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസുലേറ്റഡ് വയർ ഒരു ഹെലിക്സിന്റെ ഷേപ്പിൽ ഇങ്ങനെ വോണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ അല്ലെ, ഇതിനാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഒരു സോളിനോയിഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന് സിമിലർ ആയിരിക്കും. ഇത്തരത്തിലുള്ള ഒരു സോളിനോയിഡിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ആണെങ്കിൽ അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന് സിമിലർ ആയിരിക്കും. ഓക്കെ ആണല്ലോ, അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് എന്തായാലും ഒരു നോർത്ത് പോളും ഉണ്ടാവും, സൗത്ത് പോളും ഉണ്ടാവും അല്ലെ. ഈ കറണ്ട് ക്യാരിങ് സോളിനോയിഡിന് ഒരു നോർത്ത് പോളും ഉണ്ടാവും, സൗത്ത് പോളും ഉണ്ടാവും. ഇനി അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് ഏത് പോളായിരിക്കും? സൗത്ത് പോളായിരിക്കും. സോ ഈ സോളിനോയിഡിന്റെ രണ്ട് എൻഡ് ഉണ്ടായിരിക്കുമല്ലോ, അതിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏത് എൻഡിലാണോ ആ എൻഡായിരിക്കും അതിന്റെ നോർത്ത് പോൾ. അതുപോലെ തന്നെ ഈ കറണ്ട് ക്യാരിങ് സോളിനോയിഡിന്റെ ഏത് എൻഡിലൂടെയാണോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ആ എൻഡായിരിക്കും ഈ കറണ്ട് ക്യാരിങ് സോളിനോയിഡിന്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, നോർത്ത് പോൾ. സോ ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡിന്റെ ചുറ്റുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതൊരു ബാർ മാഗ്നറ്റിന് ചുറ്റുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന് സിമിലർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് ക്യാരിങ് സോളിനോയിഡിന്റെ നോർത്ത് പോളും ഉണ്ടായിരിക്കും, സൗത്ത് പോളും ഉണ്ടായിരിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഈ കറണ്ട് ക്യാരിങ് സോളിനോയിഡിന്റെ ഏത് എൻഡിലൂടെയാണോ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് അതായിരിക്കും ഇതിന്റെ സൗത്ത് പോൾ. ഏത് എൻഡിലൂടെയാണോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ നോർത്ത് പോൾ. ഓക്കെ അല്ലേ. സോ ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സോളിനോയിഡിന്റെ കേസിൽ. ഇനി ഇത്തരത്തിലുള്ള ഒരു കോയിലിന്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയിരിക്കുന്ന ആ ഒരു കൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻസുലേറ്റഡ് വയറിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആയിട്ട് തന്നെ ഈ സോളിനോയിഡ് ആക്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഈ സെറ്റപ്പിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സോ ഇത്തരത്തിലുള്ള ഈ ഒരു കോയിലിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു പെർഫെക്റ്റ് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെയല്ല നമ്മൾ പറഞ്ഞ സോളിനോയിഡിന്റെ കേസിൽ അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെ അഫക്ട് ചെയ്യുന്ന, കറണ്ട് ക്യാരിങ് സോളിനോയിഡിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വണ്ണാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിലൂടെ എത്ര ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിരിക്കും അതിന് ചുറ്റുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും കൂടും. ഓക്കെ അല്ലേ. അടുത്തൊരു ഫാക്ടർ ആണ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ. എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് ആ കോയിലിന്, എത്ര ചുറ്റുകളുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്പർ ഓഫ് ടേൺസ് കൂടി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും കൂടും. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു ഫാക്ടർ ആണ് നേച്ചർ ഓഫ് ദി കോർ. നമ്മൾ പറഞ്ഞു സോഫ്റ്റ് അയൺ കോർ ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവിടെ മാഗ്നറ്റിക് എഫക്ട് കിട്ടുന്നത്. സോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കോറിന്റെ നേച്ചർ അനുസരിച്ചിരിക്കും അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന് തിക്നെസ് ഓഫ് ദി കോർ. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആ കോറിന്റെ തിക്നെസ് എത്രത്തോളം ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സോളിനോയിഡിനെ കുറിച്ച്. ഓക്കെ അല്ലേ. പിന്നീട് നമ്മൾ പറഞ്ഞു ഈ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസസുകൾ അല്ലെ, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റിയുടെ ഈ മാഗ്നറ്റിക് എഫക്ട് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡിവൈസസ് ആയിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഡിവൈസസ് ആണ്. ഏത്? ഫാന്, അതുപോലെ മോട്ടർ, മിക്സി. ഇതെല്ലാം ഇലക്ട്രിക് കറണ്ടിന്റെ മാഗ്നറ്റിക് എഫക്ട് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആണ് അല്ലെ. ഇതെല്ലാം സംഭവിക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പ്രിൻസിപ്പിൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ, ഈ ഫിഗറിൽ കാണിച്ച പോലെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ ഉള്ള ആ ഫോഴ്സിനെ, അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ടാവുന്ന നമ്മൾ പറഞ്ഞു. സോ അങ്ങനെ ഉണ്ടാവുന്ന ആ ഫോഴ്സ് കാരണം എന്താ സംഭവിക്കുക? ആ കണ്ടക്ടറിനൊരു മൂവ്മെന്റ് സംഭവിക്കും
അല്ലെ? ആ കണ്ടക്ടറിന് ഒരു മൂവ്മെന്റ് സംഭവിക്കും. ഒരു കറന്റുകാരിയും കണ്ടക്ടർ നമ്മൾ ഇത്തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കണ്ടക്ടർ മൂവ് ചെയ്യും, അല്ലെ? ആ കണ്ടക്ടർ മൂവ് ചെയ്യും. ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്. ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഏത് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്. പിന്നൊന്നെന്ന് പറയുന്നത് മാഗ്നറ്റിക് പോൾസിന്റെ കേസാണ്. അതായത് മാഗ്നറ്റിക് പോൾസ് നോർത്ത് സൗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലാണല്ലോ കൊണ്ട് വെക്കുന്നത്. സോ അവിടെ നോർത്ത് പോളും സൗത്ത് പോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ ചേഞ്ച് വരും. ഇപ്പൊ നോർത്ത് പോളും സൗത്ത് പോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ മാറ്റം വരുത്തുക എന്നതാണ് അതിന്റെ അർത്ഥം, അല്ലെ? നോർത്ത് പോളും സൗത്ത് പോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ മാറ്റം വരുത്തുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം നമുക്ക്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് വന്നാലും എന്തിൽ ചേഞ്ച് വരും? ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ ചേഞ്ച് വരും. ഓക്കെ അല്ലെ? സോ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കറന്റിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് വന്നാലും ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ ചേഞ്ച് വരും. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് വന്നാലും ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ ചേഞ്ച് വരും. ഓക്കെ അല്ലെ? ഇനി ഈ കറന്റിന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനും ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമുക്ക് പഠിച്ച ഒരു റൂളാണ് ഏത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, അല്ലെ? ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ എന്താണ് പറയുന്നത്? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ മിഡിൽ ഫിംഗറും അതുപോലെ ഫോർ ഫിംഗറും തമ്പും ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ പിടിക്കുക. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ പിടിക്കുക. എന്നിട്ട് ഈ മിഡിൽ ഫിംഗർ കറന്റിന്റെ ഡയറക്ഷനിലും ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലും പിടിച്ചു കഴിഞ്ഞാൽ ഈ തമ്പ് നമുക്ക് എന്ത് കാണിച്ചു തരും? ഏത് ഡയറക്ഷനിലാണ് ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് എന്നത് കാണിച്ചു തരും. ഓക്കെ അല്ലേ? അതല്ലേ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ മിഡിൽ ഫിംഗറും ഫോർ ഫിംഗറും തമ്പും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് മിഡിൽ ഫിംഗർ കറന്റിന്റെ ഡയറക്ഷനിലും ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലും പിടിച്ചു കഴിഞ്ഞാൽ തമ്പ് നമുക്ക് എന്ത് കാണിച്ചു തരും? ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നത് കാണിച്ചു തരും. ഓക്കെ അല്ലേ? ആ റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതാണ് ഇലക്ട്രിക് മോട്ടോർ. ശരിയല്ലേ? ഇലക്ട്രിക് മോട്ടോർ. ഈ ഇലക്ട്രിക് മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറന്റ് കാര്യം കണ്ടക്ടർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യുന്നത്, അല്ലെ? ഈ ഇലക്ട്രിക് മോട്ടറിന്റെ കേസിൽ അവിടെ ഉണ്ടാവുന്ന എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്, അല്ലെ? നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കും, അതിനുള്ളിൽ കോയിൽ കിടന്ന് കറങ്ങും, അല്ലെ? സോ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് ഈ ഇലക്ട്രിക് മോട്ടോറിന്റെ കേസിൽ മാറുന്നത്. ഓക്കെ അല്ലേ? ഈ ഇലക്ട്രിക് മോട്ടോറിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫീൽഡ് മാഗ്നറ്റ്സ്, അതുപോലെ ആർമേച്ചർ, ഗ്രാഫൈറ്റ് ബ്രഷസ്, അതുപോലെ സ്പ്ലിറ്റ് റിങ്സ്. ശരിയല്ലേ? ഇത്രയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. ഇതാ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്? വർക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതിലേക്ക് നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യിക്കുകയാണ്. ഇവിടെ ഈ ആർമേച്ചർ കോയിൽ, ഈ കാണുന്നതാണ് ആർമേച്ചർ കോയിൽ. ശരിയല്ലേ? ഈ കാണുന്നതാണ് ആർമേച്ചർ കോയിൽ. ഈ ആർമേച്ചർ കോയിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? കറണ്ട് പാസ് ചെയ്യുകയാണ്, അല്ലെ? കറണ്ട് പാസ് ചെയ്യുകയാണ്. ആർമേച്ചർ കോയിലിന് മുമ്പായിട്ട് അവിടെ എന്തൊക്കെ ഉണ്ട്? ഈ രീതിയിൽ സ്പ്ലിറ്റ് റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നീട് അവിടെ എന്തുണ്ട്? ഇത്തരത്തിലുള്ള ഗ്രാഫൈറ്റ് ബ്രഷസ് ഉണ്ട്, അല്ലെ? ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. വർക്കിംഗ് എങ്ങനെയൊക്കെയാണെന്നുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ കാര്യമാണ്, അല്ലെ? എന്നിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ കറണ്ട് നമ്മൾ അതിലൂടെ പാസ് ചെയ്യുകയാണ്. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് ABCD എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുക? AB-യിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് A to B ആയിട്ടാണ്, AB എന്ന് പറഞ്ഞ പാർട്ടിൽ. ഇനി CD എന്ന് പറഞ്ഞ പാർട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? C to D ആയിട്ടാണ്, അല്ലെ? ഇനി അപ്പൊ ഇവിടെ നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ അറിയാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അറിയാം. ഇതാണ് നോർത്ത് പോള്, ഇതാണ് സൗത്ത് പോള്. സോ നോർത്ത് പോൾ ടു സൗത്ത് പോൾ ആയിട്ട് ഈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക, അല്ലെ? നോർത്ത് ടു സൗത്ത് ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അറിയാം, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനും അറിയാം. അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചുകൊണ്ട് ഏത് ഡയറക്ഷനിലായിരിക്കും ഈ കണ്ടക്ടർ മൂവ് ചെയ്യുക എന്ന് നമുക്കിന്ന് കണ്ടുപിടിച്ചൂടെ, അല്ലെ? ഇപ്പൊ AB എന്ന് പറഞ്ഞ ആ ഒരു പോർഷന്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അറിയാം, അതുപോലെ കറന്റിന്റെ ഡയറക്ഷനും അറിയാം. അപ്പൊ ആ ഒരു ഡയറക്ഷനിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും തമ്പ് നിൽക്കുന്ന എങ്ങോട്ടായിരിക്കും? താഴേക്കായിട്ടായിരിക്കും. അതായത് AB എന്ന് പറഞ്ഞ പോർഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴേക്കായിട്ടായിരിക്കും. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴേക്കായിട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ CD എന്ന് പറഞ്ഞ പോർഷനിലും ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിട്ടായിരിക്കും. അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മുകളിലേക്കായിട്ടായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ആ ആർമേച്ചർ കടന്ന് കറങ്ങും, അല്ലെ? ആ ആർമേച്ചർ കടന്ന് കറങ്ങും. ഓക്കെ അല്ലെ? ഇനി ആർമേച്ചർ ഇങ്ങനെ കറങ്ങിയിട്ട് ഒരു ഹാഫ് റൊട്ടേഷൻ, ഇങ്ങനെ നിൽക്കുന്ന ആർമേച്ചർ ഒരു ഹാഫ് റൊട്ടേഷൻ ആയിട്ട് ഒന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹാഫ് റൊട്ടേഷൻ ആയിട്ടൊന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എ ബിയും സി ഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരിക്കും അല്ലെ. ഇങ്ങനെയുള്ളത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന എ ബി അങ്ങോട്ട് പോകും, ഇപ്പുറത്തുണ്ടായിരുന്ന സി ഡി ഇപ്പുറത്തെ സൈഡിലേക്കും വരും അല്ലെ. അങ്ങനെ ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്പ്ലിറ്റ് റിങ്സും അതിനോടൊപ്പം റൊട്ടേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കണമെങ്കിൽ ഈ ആർമേച്ചറിലൂടെയുള്ള കറന്റിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കണം അല്ലെ. അപ്പൊ ആദ്യത്തെ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, എ ടു ബി, പിന്നെ എങ്ങനെ അപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ സി ടു ഡി, അതായത് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലെ. എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോ ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞിട്ട് അതൊന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്നത് അങ്ങോട്ട് പോയിട്ടുണ്ടാവും, സി ഡി എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും അല്ലെ. എ ബി സി ഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കണമെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കണം, കറണ്ടിന്റെ ഡയറക്ഷൻ ഈ ആർമേച്ചറിൽ മാറണം. എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം കറണ്ട് ഫ്ലോ ചെയ്തത്. ഇതൊരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞൊന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എ ബി സി ഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ കറണ്ട് പിന്നെ എങ്ങനെ ഫ്ലോ ചെയ്യണം, ഡി സി ബി എ എന്ന് പറഞ്ഞ് ഫ്ലോ ചെയ്യണം അല്ലെ. ഡി സി ബി എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഈ ആർമേച്ചർ കോയിലൂടെ ഫ്ലോ ചെയ്യണം, എങ്കിലേ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുള്ളൂ അല്ലെ. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യണം. അപ്പോൾ ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും അവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഈ ആർമേച്ചറിലൂടെ എ ബി സി ഡി ഡി സി ബി എ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഇതിലുള്ള ഈ സ്പ്ലിറ്റ് റിങ്സ് ആണ്. ഈ സ്പ്ലിറ്റ് റിങ്സ് ആണ് അത്തരത്തിൽ ആർമേച്ചറിലൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് അല്ലെ. സോ ഇത്തരത്തിലാണ് ഈ മോട്ടോറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത് ഓക്കെ ആണല്ലോ. ഇനി ഈ ആർമേച്ചർ കോയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒന്നുമില്ല, ഒരു മെറ്റാലിക് കോയിൽ നമ്മളൊരു സോഫ്റ്റ് അയൺ കോറിന്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിയിട്ടുള്ള ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഈ ആർമേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സോ അത്തരത്തിൽ ആർമേച്ചർ ആണ് ഇവിടെ കറങ്ങുന്നത്. സോ എന്താണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി വെക്കണം. എ ബി സി ഡി ഡി സി ബി എ എന്ന് പറഞ്ഞിട്ട് ആർമേച്ചറിലൂടെ എങ്ങനെയാണ് കറണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലാക്കണം. ഓരോ ഹാഫ് റൊട്ടേഷനിലും എങ്ങനെയാണ് ആ കറണ്ടിന്റെ ഡയറക്ഷൻ ആർമേച്ചറിലൂടെ മാറുന്നത് എന്നത് ശരിക്കും ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കണം. ശരിക്കും മനസ്സിലാക്കണം. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ആ ഡയറക്ഷൻ മാറുന്നതെന്ന്. സോ ഇത്തരത്തിൽ ആർമേച്ചറിലൂടെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എ ബി സി ഡി ഡി സി ബി എന്ന് പറഞ്ഞിട്ട് ഓരോ ഹാഫ് റൊട്ടേഷനിലും കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഈ കേസിൽ സ്പ്ലിറ്റ് റിങ്സ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രിക് മോട്ടോറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നീട് നമ്മൾ ഒരാളിവിടെ പറഞ്ഞു, അതാരാണ്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ അല്ലെ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ, നമ്മൾ സൗണ്ട് ഒക്കെ കേൾക്കുന്ന ആ ലൗഡ് സ്പീക്കർ. എന്താണ് അവിടെ സംഭവിക്കുന്നത്, മൈക്രോഫോണിലൂടെ സൗണ്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിക്കൊണ്ട് എങ്ങോട്ട് വരും, ലൗഡ് സ്പീക്കറിലേക്ക് വരും അല്ലെ. ഈ ലൗഡ് സ്പീക്കറിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വരുന്നത് ഈ ലൗഡ് സ്പീക്കറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആയിട്ടുള്ള വോയിസ് കോയിലേക്കാണ്. വോയിസ് കോയിലേക്കാണ് ആ ഇലക്ട്രിക്കൽ പൾസസ് വരുന്നത്. എന്താ, വോയിസ് കോയിലിൽ അങ്ങനെ ഇലക്ട്രിക്കൽ പൾസസ് വന്നു കഴിഞ്ഞാൽ സൗണ്ട്, മൈക്രോഫോണിൽ നിന്നുള്ള സൗണ്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിക്കൊണ്ട് ഈ ലൗഡ് സ്പീക്കറിന്റെ വോയിസ് കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ വോയിസ് കോയിൽ ഇരിക്കുന്നത് രണ്ട് ഫീൽഡ് മാഗ്നറ്റ്സിന്റെ ഇടയിലായിട്ടാണ്. ഈ കാണുന്ന പോലെ രണ്ട് ഫീൽഡ് മാഗ്നറ്റ്സിന്റെ ഇടയിലായിട്ടാണ് ഈ വോയിസ് കോയിൽ ഇരിക്കുന്നത് അല്ലെ. സോ മാഗ്നറ്റിന്റെ ഇടയിലായിട്ട് ഈ വോയിസ് കോയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ആര് ഇരിക്കുന്നത്, ഈ വോയിസ് കോയിൽ ഇരിക്കുന്നത്. സോ അത്തരത്തിലുള്ള ഈ വോയിസ് കോയിലേക്ക് മൈക്രോഫോണിൽ നിന്നും സൗണ്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഈ വോയിസ് കോയിലിന് മൂവ്മെന്റ് സംഭവിക്കും. അല്ല നമ്മൾ പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് മൂവ്മെന്റ് സംഭവിക്കുക എന്നല്ല പറഞ്ഞത്. സോ ഈ വോയിസ് കോയിലേക്ക് ഇലക്ട്രിക്കൽ പൾസസ് വരിക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഈ വോയിസ് കോയിലേക്ക് ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പൾസസ് വരിക എന്നല്ല അതിന്റെ അർത്ഥം അല്ലെ. സോ എന്ത് സംഭവിക്കും, ആ വോയിസ് കോയിലിന് മൂവ്മെന്റ് സംഭവിക്കും. ഇവിടെ ഉണ്ടാവുന്ന ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ടായിരിക്കും ആ വോയിസ് കോയിൽ ഇങ്ങനെ മൂവ് ചെയ്യുക അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുക അല്ലെ. ആ രീതിയിലായിരിക്കും ഇവിടെ വോയിസ് കോയിലിന് സംഭവിക്കുന്ന മൂവ്മെന്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ വോയിസ് കോയിലിലേക്കാണ് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെയുള്ള ഡയഫ്രം, ഈ ലൗഡ് സ്പീക്കറിന്റെ ഡയഫ്രം കണക്ട് ചെയ്തിരിക്കുന്നത് ആ വോയിസ് കോയിലിലേക്കാണ്. സോ ആ വോയിസ് കോയിൽ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ആരും അതിനനുസരിച്ച് മൂവ് ചെയ്യും, അതിനനുസരിച്ച് ഡയഫ്രം മൂവ് ചെയ്യും. വരുന്ന ഇലക്ട്രിക്കൽ പൾസസിന് സൗണ്ട്
ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ട് ഇതിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. സോ ആ വരുന്ന ഇലക്ട്രിക് പൾസസിനനുസരിച്ച് ഈ വോയിസ് കോയിൽ ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡയഫ്രോം അതിനനുസരിച്ച് മൂവ് ചെയ്യും. അങ്ങനെ ആ വന്ന ഇലക്ട്രിക്കൽ പൾസസിന് വീണ്ടും സൗണ്ട് ആയിട്ട് തന്നെ ഈ ലൗഡ് സ്പീക്കർ പുറത്തേക്ക് വിടും. അങ്ങനെയാണ് ഈ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ കേസിലുള്ള എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജി ആയിട്ടാണ് അവിടെ മാറ്റുന്നത്, അല്ലെ? ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ട് ഇതിലേക്ക് വോയിസ് കോയിലേക്ക് എന്ത് വരുന്നു? സൗണ്ട് വരുന്നു. ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ടാണ് വരുന്നത്, അതായത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് വരുന്നത്. പിന്നീട് അതിനെ സൗണ്ട് എനർജി ആയിട്ട് തന്നെ ഈ ലൗഡ് സ്പീക്കർ പുറത്തേക്ക് വിടുന്നു. അതല്ല അവിടെ സംഭവിക്കുന്നത്. സോ ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ടാണ് ലൗഡ് സ്പീക്കർ മാറ്റുന്നത്. എനർജി ചേഞ്ച് അതാണ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് മോട്ടോറിന്റെ കേസിലുള്ള ആ പ്രിൻസിപ്പിൾ തന്നെയാണ്, അല്ലെ? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് ഒരു മൂവ്മെന്റ് സംഭവിക്കും, അതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അതല്ലേ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്, ഈ ലൗഡ് സ്പീക്കറും വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഉള്ള ചാപ്റ്റർ ആണ്. ശരിക്കും നിങ്ങൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കണം. നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക.